തോൽവിയുടെ കണക്ക് പുസ്തകങ്ങൾ വലിയ കണക്കിൽ വലിയ ഘനത്തിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ. അവരുടെ ഹൃദയത്തിൽ ഏറ്റ മുറിപ്പാടുകളുടെ ആഴം വളരെ വലുതാണ്. ഓരോ തവണയും തോൽവികൾ ആ ആഴത്തിന് മുറിവ് കൂട്ടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. നമ്മൾ ഒരുപാട് തവണ കണ്ടതാണ്. ഓരോ തവണയും ജയം ആശ്വാസം പ്രതീക്ഷിച്ചുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ ഗാലറിയിലേക്ക് വരും. പക്ഷെ ഒരിക്കലും നിലയ്ക്കാത്ത ട്രോമയാണ് ഈ ക്ലബ്ബ് ആരാധകർക്ക് സമ്മാനിച്ചു കൊണ്ടിരിക്കുന്നത്. ഓരോ തവണയും പകരം വീട്ടാനും കലിപ്പടക്കാനും വരുന്നവരുടെ ഹൃദയം ഓരോ തവണയും കൂടുതൽ ആഴത്തിൽ കീറി മുറിക്കപ്പെടുകയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്തവണയും ആരാധകർ പ്രതീക്ഷയോടുകൂടി തന്നെ ഇത്തവണ ഗാലറിയിലെത്തും എന്നുറപ്പാണ്. പക്ഷെ മുൻ വർഷങ്ങളിൽ നിന്നും ഇത്തവണ ചെറിയൊരു സവിശേഷതയുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പം അതിന് വിപരീതമായിട്ട് സൈനിങ്ങുകളെല്ലാം വളരെ നേരത്തെ കംപ്ലീറ്റഡ് ആക്കുന്നുണ്ട്. സാധാരണഗതിയിൽ നിങ്ങൾക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങളൊക്കെ സീസൺ തുടങ്ങി കഴിഞ്ഞിട്ടായിരിക്കും ടീമിനോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്. ബട്ട് നൗ ഫോർ എ ചേഞ്ച് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങൾ എല്ലാവരും തന്നെ സ്കോഡിലെത്തി ട്രെയിനിങ് ആരംഭിച്ചിട്ടുണ്ട്. വിദേശ താരങ്ങൾ മാത്രമല്ല ഡൊമസ്റ്റിക് പ്ലേയേഴ്സും സ്കോഡിനൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. അണ്ടർ 23 ക്വാളിഫയറിൽ ഇന്ത്യ പരാജയപ്പെട്ടു എന്നുള്ളത് സത്യമാണ്. നമ്മൾ എലിമിനേറ്റഡ് ആയി. അതിന് കാരണം എല്ലാവരും പൊക്കി പിടിച്ചുകൊണ്ടിരിക്കുന്ന മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് എന്ന് പറയുന്ന നാഷണൽ ക്ലബ്ബ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ആന്റി നാഷണൽ ക്ലബ്ബാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഉർവശി ശാപം ഉപകാരമായി എന്ന് പറഞ്ഞതുപോലെ അണ്ടർ 23 പ്ലേയേഴ്സ് എല്ലാം നമ്മുടെ വിപിൻ മോഹനായാലും കോറോ സിംഗ് ആയാലും സൂപ്പർ താരങ്ങൾ എല്ലാവരും തന്നെ നമ്മളുടെ സ്കോഡിനോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുഴുവൻ താരങ്ങളും ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കാം സ്കോഡിനോടൊപ്പം ഇത്ര നേരത്തെ ജോയിൻ ചെയ്യുന്നത്. അപ്പം കാര്യങ്ങൾ നമ്മളുടെ ഗതിയിലേക്ക് പോകുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാം. ട്രെയിനിങ് നേരത്തെ തുടങ്ങി, സൈനിങ് നേരത്തെ കംപ്ലീറ്റ് ചെയ്തു, പ്രീ സീസൺ സ്റ്റാർട്ട് ചെയ്തു. അത് ഗോവയിൽ വെച്ചിട്ടാണ്. സൂപ്പർ കപ്പിന് നല്ലൊരു പ്രിപ്പറേഷൻ ടൈം കിട്ടുന്നുണ്ട്. പിന്നെ സീസൺ ആരംഭിക്കുമ്പോഴത്തേക്ക് കാര്യങ്ങൾ സ്മൂത്തായിട്ട് പോകും എന്ന് ഉറച്ച് വിശ്വസിക്കാം. ഈ സീസണെങ്കിലും മാറ്റത്തിൻ്റെതും കണക്ക് തീർക്കലിൻ്റെതുമാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം.